بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أيها التلاميذ، أيها الطلبة والطالبات، اليوم يوم القراءة، قراءة قصة قصيرة. أظن أنك تعرف هذه القصة من قبل، قرأتم من الكتب الملبارية وسمعتم من أصدقائك، أظن هكذا. إن شاء الله اليوم نقرأ هذه القصة في اللغة العربية. الدخول معي إلى هذه القصة، المطلوب منكم المحاولة لفهم جيد إن شاء الله. تعالوا معي إلى القصة القصيرة، اسمها الإفضاع السريع. الإفضاع يعني frog، തവള. السريع speedy، വേഗതയുള്ള. യുഹ്ക അന്നഹു ഫി യൗമിൽ അയ്യാം. യുഹ്ക ഉദ്ധരിക്കപ്പെടുന്നു. അന്നഹു ഫി യൗമിൽ അയ്യാം, വൺ ഡേ, ഒരു ദിവസം. അഖാമ മജ്മൂഅത്തൻ കബീറത്തുൻ മിനൽ വഫാദിഇ മുസാബഖത്തൻ കബീറ ലിഇഖ്തിയാരി അസ്റഇ ലിഫ്ദഇൻ ഫിൽ ഖറിയ. അഖാമ മജ്മൂഅ കബീറ മിനൽ വഫാദിഇ, തവളകളുടെ വലിയൊരു ടീം വലിയൊരു മത്സരം സംഘടിപ്പിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ലിഇഖ്തിയാരി അസ്റഇ ലിഫ്ദഇൻ ഫിൽ ഖറിയ, നാട്ടിലെ ഏറ്റവും വേഗതയുള്ള തവളയെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഖാമ എന്ന് പറഞ്ഞാൽ സംഘടിപ്പിച്ചു. എന്തിനെ? മുസാബഖത്തൻ കബീറൻ, വലിയൊരു മത്സരം. എന്തിന്? ലിഇഖ്തിയാരി അസ്റഇ ലിഫ്ദഇൻ, ഏറ്റവും സ്പീഡുള്ള വേഗതയുള്ള തവളയെ ഇഖ്തിയാർ, ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഹൈസു കാന അലൈഹിം അൽ വുസൂലു ഇലാ അഅ്ലാൽ ബിഇരി ഫി അഖല്ലി വഖ്തിൻ മുംകിൻ വബിദാലിക യുഹദ്ദദുൽ ഫായിസു. എന്താണ് മത്സരം എന്നറിയോ? കിണറിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തലാണ്. ചുരുങ്ങിയ സമയം കൊണ്ട്, ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ കിണറിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തുന്ന ആൾ വിജയമായിട്ട് പ്രഖ്യാപിക്കപ്പെടും, തീരുമാനിക്കപ്പെടും. കാന അലൈഹിം അൽ വുസൂൽ, എത്തണം. ഇലാ അഅ്ലൽ ബിഇരി, കിണറിൻ്റെ ഏറ്റവും മുകളിലേക്ക്. അഅ്ല, ഏറ്റവും മുകളിലേക്ക്. ഫി അഖല്ലി വഖ്തി മുംകിൻ, ഏറ്റവും ചുരുങ്ങിയ സമയമുള്ളൂ. സാധ്യമായ മുംകിൻ, സാധ്യമായതിൽ ഏറ്റവും അഖല്ല്, ചുരുങ്ങിയ വക്ത് കൊണ്ട് അവിടെ എത്തണം. അബിദാലിക്ക്, അതോടുകൂടി യുഹദ്ദദുൽ ഫായിസു, യുഹദ്ദദു തീരുമാനിക്കപ്പെടും, ഫിക്സ് ചെയ്യപ്പെടും, അൽ ഫായിസു വിജയി. ഫബദഅത്തുൽ മുസാബഖ വറക്കല ജമീഉൽ ലഫാദിഇ ബിത്തിജാഹിൽ ഖിമ്മ വബദഉ ബിതസല്ലുകി. ഫബദഅത്തുൽ മുസാബഖ, മത്സരം തുടങ്ങി. മുസാബഖ, സിബാഖ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ. വറക്കല ജമീഉൽ ലഫാദിഇ, എല്ലാ തവളകളും റക്കല, ഓടി. ബിത്തിജാഹിൽ ഖിമ്മ, ഏറ്റവും ഉയരത്തിലേക്ക്. പീക്ക്, ഖിമ്മ എന്ന് പറഞ്ഞാൽ ഉച്ചി, ഏറ്റവും ഉയർന്ന ലക്ഷ്യസ്ഥാനത്തേക്ക്. ഇത്തിജാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ. വബദഉ ബിതസല്ലുകി, അവരൊക്കെ തുടങ്ങി. തസല്ലുഖ് എന്ന് പറഞ്ഞാൽ ക്ലൈംബിങ്, ചാടിക്കയറാൻ തുടങ്ങി. വഫി അസ്നാഇ ദാലിക, അതിനിടയിൽ കാനത് അസ്വാത്തുൻ നാദിരീന തതആലാ ബിഇബാറാത്തി തഹ്ദീരി വതഖ്വീഫി മിൻ തൂലി ത്വരീഖി വസുഉബതിഹി. അതിനിടയിൽ കാണികൾ താക്കീദിൻ്റെ, ഭയപ്പെടുത്തലിൻ്റെ വാക്കുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അവിടെ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. എന്താണ് അവർ പറയുന്നതെന്നറിയോ? യാത്ര വൈനീളം ഒരുപാടുണ്ട്, ദീർഘമുണ്ട്, പ്രയാസമുണ്ട്, നല്ലോണം ശ്രദ്ധിച്ചോളണം എന്നൊക്കെ പറയുന്ന വാക്കുകളാണ് അവരിന്ന് വരുന്നത്. വഫി അസ്നാഇ ദാലിക, അതിനിടയിൽ കാനത് അസ്വാത്തു നാദിരീൻ, അസ്വാത്ത് സൗത്ത്, അതിൻ്റെ ബഹുവചനാണ് അസ്വാത്ത്, ശബ്ദങ്ങൾ. നാദിരീൻ, കാഴ്ചക്കാരുടെ. തതആലാ, ഉയരുന്നുണ്ട്. ബിഇബാറാത്തി തഹ്ദീർ, താക്കീദിൻ്റെ ഇബാറത്തുകളായിട്ട്. വതഖ്വീഫ്, ഭയപ്പെടുത്തലിൻ്റെ പ്രകടനങ്ങളായിട്ട്. മിൻ തൂലി ത്വരീഖ്, ത്വരീഖ് വഴി, തൂൽ നീളമുള്ളതാണേ. വസുഊബതി, അതിൻ്റെ പ്രയാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഭയപ്പെടുത്തുന്നത്, താക്കീത് കൊടുക്കുന്നത്. ഫസമിഅ അൽ-വഫാദിഉ കലാമഹും വസഖതൽ വാഹിദു തിൽവൽ ആഖരി. ഫസമിഅ അൽ-വഫാദിഉ കലാമഹും, അവരുടെ സംസാരം ഈ തവളകളൊക്കെ കേൾക്കുന്നുണ്ട്. വസഖതൽ വാഹിദു തിൽവൽ ആഖരി, ഒന്നിന് പിറകെ വീണുകൊണ്ടിരിക്കുകയാണ്. സഖതൽ വാഹിദ്, ഒന്ന് വീണു. തിൽവൽ ആഖരി, ഒന്നിന് പിറകെ വൺ ബൈ വൺ ആയിട്ട് വീണുകൊണ്ടിരുന്നു. ഫബഅദുഹും ഖസിറ ഖസാറത്തൻ കബീറ, അതിൽ പലരും പരാജയപ്പെട്ടു. മിൻ ബിദായ, തുടക്കത്തിൽ തന്നെ.
വബഅദുഹും ചിലർ തഅസ്സറ ഖലീലൻ ലകിന്നഹു ഇൻഹസമ ഫി നിഹായ, ചില ആളുകൾ പിടിച്ചു നിന്നു, തഅസ്സറ ഖലീലൻ ചെറുതായിട്ടൊന്ന് ഇടറി, ലകിന്നഹു പക്ഷേ ഇൻഹസമ ഫിൽ നിഹായ, നിഹായ അവസാനെത്തിയപ്പോഴേക്ക് പരാജയപ്പെട്ടിട്ടുണ്ട്. തുടക്കത്തിൽ കുറച്ചൊക്കെ പിടിച്ചു നിന്നു, പക്ഷേ ഫിൻ നിഹായ അവസാനത്തിലെത്തിയപ്പോൾ ഇൻഹസമ ഫെയിൽഡ്, പരാജയപ്പെട്ടു പോയി. സഖത ജമീഉൽ ലഫാദി ഇല്ലാ ലിഫ്ദഅൻ വാഹിദൻ, എല്ലാ തവളകളും സഖത താഴെ വീണു, പക്ഷേ ഇല്ലാ ലിഫ്ദഅൻ വാഹിദ, ഒരു തവള ഒഴികെ. ഇസ്തമറ ബിർറക്കൽ, ആ തവള ഓടിക്കൊണ്ടിരിക്കുകയാണ്, ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്തമറ തുടർന്നുകൊണ്ടേയിരുന്നു, ബിർറക്കലി ചാട്ടം, ഇലാ അൻ വസലൽ ഖിമ്മ ഉച്ചിയിലേക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നവരെ ചാട്ടം തുടർന്നു. വഫാസ ഫി സിബാഖി, മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു. ഹയ്യാഹു കുല്ലുൽ ഹാളിരീൻ വസഫഖൂ ലഹു വഹതഫൂ തവീലൻ, ഹയ്യാഹു കുല്ലുൽ ഹാളിരീൻ, എല്ലാ സന്നിധരായിട്ടുള്ള ആളുകളും ഹയ്യാഹു അഭിവാദ്യം ചെയ്യാൻ തുടങ്ങി. വസഫഖൂ ലഹു, സഫഖ തസ്ഫീഖ് എന്ന് പറഞ്ഞ ക്ലാപ്പിംഗ്, കൈയടിക്കാൻ തുടങ്ങി. വഹതഫൂ തവീലൻ, നീണ്ട നീണ്ട അഭിനന്ദനങ്ങൾ, പ്രശംസകൾ അവർ പ്രകടിപ്പിക്കാൻ തുടങ്ങി. وعندما أرادوا معرفة السد سألوه عن سد فوزه بالرغم من سقوط الأفاضل الآخرين. അപ്പോൾ അവർ എല്ലാ മറ്റുള്ള തവളകളും വീണ്ടുകൂടി ഈ ഒരൊറ്റ തവള വിജയിച്ച അതിൻ്റെ രഹസ്യം അറിയാൻ ആഗ്രഹിച്ചു. عندما أرادوا, അവർ ഉദ്ദേശിച്ചപ്പോൾ, معرفة السد, രഹസ്യത്തിൻ്റെ കാരണം അറിയാൻ ഉദ്ദേശിച്ചപ്പോൾ, സഅലൂഹു, അവർ ആ തവളയോട് ചോദിക്കുകയാണ്, അൻ സിദ്ദി ഫൗസിഹി, വിജയത്തിൻ്റെ സിർറ്, സീക്രട്ടിനെ കുറിച്ച്. ബിർറഗ്മി മിൻ സുകൂത്തിൽ ലഫാദിൽ ആഖരീൻ, മറ്റുള്ള തവളകൾ വീണിട്ടുകൂടി നീ മാത്രം എന്തേ വിജയിച്ചേ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ലകിന്നഹു ലം യുജിബ്, മറുപടി ഒന്നും പറഞ്ഞില്ല. ഫസഅലൂഹു മറത്തൻ ഉഖറ, വീണ്ടും ചോദിച്ചു, കൈഫ സതഅത ഹസീമത ജമീഇൽ ലഫാദിഇ വൽ ഇസ്തിംറാർ ബിൽ മസീരി ബിർറഗ്മി മിൻ സുഊബതി ത്വരീഖി വ വഉറതിഹി, എല്ലാ തവളകളും പരാജയപ്പെട്ട് പിന്മാറിയപ്പോൾ നീ എങ്ങനെയാണ് മുന്നേറിയത്, നിനക്കെങ്ങനെയാണത് സാധിച്ചത്? കൈഫ സതഅത, നിനക്ക് എങ്ങനെ സാധിച്ചു? ഹസീമത ജമീഇൽ ലഫാദിഇ, എല്ലാ തവളകളെയും പരാജയപ്പെടുത്താൻ. വൽ ഇസ്തിംറാർ ബിൽ മസീർ, വൽ ഇസ്തിംറാർ തുടരാൻ, ബിൽ മസീർ യാത്ര തുടരാൻ കഴിഞ്ഞത് എങ്ങനെ? ബിർറഗ്മി മിൻ സുഊബതി ത്വരീഖി വ വഉറതിഹി, യാത്രയുടെ തടസ്സങ്ങളുണ്ടായിട്ടും, സുഊബ എന്ന് പറഞ്ഞാലും വഉറത്ത് എന്ന് പറഞ്ഞാലും തടസ്സങ്ങൾ, ഡിഫിക്കൽറ്റി, പ്രയാസം, അത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് കൂടി നീ എങ്ങനെയാണ് വിജയിച്ചത്? വലാകിന്നഹു അയ്ലൻ ലം യുജിബ്, മറുപടി വീണ്ടും അപ്പോഴും കൊടുത്തില്ല. ഫസഅലൂഹു മറത്തൻ, വീണ്ടും ചോദിച്ചു. വലാകിന്നഹു അയ്ലൻ ലം യുജിബ്, മറുപടി കൊടുത്തില്ല. ഫസഅലൂഹു മറത്തൻ, വീണ്ടും ചോദിച്ചു. സാലിസത്തൻ, മൂന്നാമട്ടവും ചോദിച്ചു. വകുന കാനത്ത് സഅക, മൂന്നാവട്ടം ചോദിച്ചിട്ട് മറുപടി കിട്ടിയില്ല. അപ്പോഴാണ് ഒഹുന കാനത്ത് സഅക, ഇടിവെട്ട് പോലെ ആ രഹസ്യം അവർ മനസ്സിലാക്കിയത്. അത്ഭുതപ്പെട്ടുപോയി, ചെറിയ ഷോക്കിലാണ് അവരത് തിരിച്ചറിഞ്ഞത്. എന്താ സംഭവം? ഫഖദ് കാന ലിഫ്ദഉൽ ലദീ ഫാസ അസമ്മൻ, വിജയിച്ച ആ തവള അസമ്മ്, ഡഫ്, ബദിരനായിരുന്നു, ചെവി കേൾക്കാത്ത തവളയായിരുന്നു. ഫലം യസ്തമി ലി ഇബാറാത്തുൽ ഇഹ്ബാത്തി വത്തഖ്ഫീഫ്, ഭയപ്പെടുത്തലിൻ്റെ വിഫലമായ ശ്രമങ്ങൾ, ആ വാക്കുകളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. വലം യൽതഫിത്ത്, തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ലിമാ കാന യഖൂലുഹുൽ ആഖിറൂൻ, ലിമാ കാന യഖൂലുഹുൽ ആഖിറൂൻ, മറ്റുള്ളവർ പറയുന്നതേ. മിൽ കലാമി സൽബിയിൽ മുഹ്ബിത്ത് ലിദാ ഫഖദ് ഹഖഖ മുറാദഹു, കലാമു സൽബി, നെഗറ്റീവ് സംസാരങ്ങൾ മറ്റുള്ളവരൊന്നും ഉണ്ടായിട്ടുണ്ട്, അതൊന്നും കേട്ടിട്ടില്ല. അൽ മുഹ്ബിത്ത്, ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന വിഫലമായ ശ്രമങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ലിദാ ഫഖദ് ഹഖഖ മുറാദഹു, ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിച്ചു. വനാല ലഖബ അസ്റഇ ലിഫ്ദഇൻ ഫിൽ ഖറിയ, ആ നാട്ടിലെ ഏറ്റവും വേഗതയുള്ള തവളയായിട്ട് ആ ഒരു ലഖബ്, ടൈറ്റിൽ നേടുകയും ചെയ്തു. ഇതാണ് കഥ. അപ്പം സിമ്പിൾ സ്റ്റോറി അല്ലേ? സരീ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് വൊക്കാബുലറി നോക്കാം. സരീ, വേഗതയുള്ളത്. അസ്ര എന്ന് പറഞ്ഞാലോ ഏറ്റവും വേഗതയുള്ളതെന്ന് അർത്ഥം. നമ്മൾ ജമീൽ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത്, അജ്മൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ളതെന്ന് അർത്ഥം. ആലിയുൻ, ഉയർന്നത്. അഅല, ഏറ്റവും ഉയർന്നത്. നമ്മൾ വായിച്ചല്ലോ. ഖലീൽ, കുറഞ്ഞത്. അഖല്ല്, ഏറ്റവും കുറവുള്ളത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലേ? ഒരു ഹംസ കൂടുതൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും അർത്ഥം കിട്ടുന്നുണ്ട്. അഖല്ല്, ഏറ്റവും കുറഞ്ഞത്.
അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, കസീറിന് നേരെ അക്സർ, ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ മജ്മു എന്നുള്ള വേർഡ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഗ്രൂപ്പ് അല്ലേ, മജ്മുഅത്തുൽ അഫാദിയ. ലിഫ് ദ ഫ്രോഗ്, മുസാബഖത്ത്, സിബാക്ക് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ, മത്സരം. ഇത്തിജാഹ്, ഇത്തിജാഹ് അൽ ബിർ അല്ലെ, കിണറിൻ്റെ അല്ലെങ്കിൽ ഇത്തിജാഹ് അൽ ഖിമ്മ, ലക്ഷ്യസ്ഥാനത്തിൻ്റെ ഡിറക്ഷൻ എന്നർത്ഥം. റക്കല, ഓടി. തസല്ലുഖ് എന്ന് പറഞ്ഞാൽ ക്ലൈംബിങ്, കയറുക. തസല്ലക്ക എന്ന് പറഞ്ഞാൽ കയറി, തസല്ലുഖ് അതിൻ്റെ മസ്തറാണ്, ക്ലൈംബിങ്. തഹദീർ, വാണിംഗ്, താക്കീത്. തഖ്വീഫ്, ഫ്രൈറ്റിംഗ്, ഭയപ്പെടുത്തുക. ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയം, തഖ്വീഫ് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുക എന്നർത്ഥം കിട്ടും. തഅസ്സറ എന്ന് പറഞ്ഞാൽ സ്റ്റംബിൾ, കാലിടറിന് പറയാം തഅസ്സറ. ഇൻഹസമ, ഫെയിൽ, പരാജയപ്പെടുക. ഹസീമത്ത് എന്ന് പറഞ്ഞാൽ പരാജയം. ഖിമ്മത്ത് എന്ന് പറഞ്ഞാൽ ടോപ്പ്, നേരത്തെ പറഞ്ഞു ഖിമ്മത്ത് അല്ലെ, ഖിമ്മത്തുൽ ബിർ, കിണറിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തുക എന്നല്ല, ടോപ്പിലേക്ക് എത്തുക, ഖിമ്മ, ടോപ്പ്. തസ്ഫീഖ്, സൊഫക്ക അല്ലേ, സൊഫക്കൂ, കയ്യടിച്ചു നമ്മൾ പറഞ്ഞല്ലോ, ക്ലാപ്പിംഗ്. സൊഫക കയ്യടിച്ചു, തസ്ഫീഖ് ക്ലാപ്പിംഗ്. സുഊബത്ത് വഉറത്ത്, രണ്ടും സെയിം മീനിങ് ആണ്, ഡിഫിക്കൽറ്റി, പ്രയാസം. സോയിഖത്ത് അല്ലേ, തണ്ടർ ബോൾട്ട് എന്ന് പറഞ്ഞാൽ ഇടിവെട്ട് പോലെയാണ് അവർ ആ സത്യം തിരിച്ചറിഞ്ഞത്. അവിടെയാണ് നമ്മൾ ആ വേർഡ് വായിച്ചത്. അസം എന്ന് പറഞ്ഞാൽ ഡഫ്, ബദിരൻ. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്. അള്ളാഹു അന്നക് ഹറഫ്ത ഹാദ അൽ ഖിസ്സ അൽ ഖസീറ അല ഫഹ്മിൻ കാമിലിൻ ഇൻഷാ അല്ലാഹ്. ഇനി ഉരീദു അൻ ഉൽഖിയ ഇലൈക്കും ബഅദ അൽ അസ്ഇല മിൻ ഹാദിഹിൽ ഖിസ്സ المطلوب منكم الجواب إن شاء الله. السؤال الأول، كيف كان المسابقة؟ كيف كان المسابقة؟ المسابقة من حيث الوصول إلى قمة البئر وإلى الأعلى. هكذا كان المسابقة بالركل والتسلق. والسؤال الثاني، كيف فاز الإفضاع السريع؟ كيف فاز؟ كيف كان الإفضاع السريع أصمًا، لذا لم يسمع الكلام السلبي والكلام المحبط من الآخرين من الناظرين، لم يلتفت إليهم، لذا فاز هذا الإفضاع السريع بل نال لقب أسرع الإفضاع في القرية. السؤال الأخير، هل لك أي تجربة مثل هذا الإفضاع السريع؟ Any experience like this في حياتنا وفي مستقبلنا حينما نريد أي خير، حينما نريد الفلاح والنجاح والصلاح. بعض الناس وهم يأتون بالكلام السلبي، بالكلام المحبط، لا تفعل هذا، لا تفعل هذا، افعل هذا، هكذا بكلام سلبي، بكلام التخفيف، بكلام التحذير. النصيحة الوحيدة مني، كن أصما إليهم، لا تعطي أذنك لهم. حينما تريد الخير فيه الثبوت على المسير، وعليك أن تقطع مسافة طويلة في هذا إن شاء الله بإذن الله. في الحياة وفي المستقبل يكون هناك مثل هذه التجربة، عليك الثبوت بإذن الله. والسلام عليكم ورحمة الله.